Welcome to BSC Main Physics, Semester 5, Quantum Mechanics, second lecture, Quantum Mechanics, Photoelectric Effect. Semester 5, BSC Main Physics. So let us see what is photoelectric effect in the definition. Definition of photoelectric effect. Photo means light, electric means electricity. So something related to light and electricity, that is called the photoelectric effect. The phenomenon of emission of electrons from the surface of certain substances, particularly metals, when irradiated with gamma rays, X-rays, UV rays, or even visible light, is called a photoelectric effect. The emitted electrons are called photoelectrons. The emitted electrons are called photoelectrons. So we read it again. The phenomenon of emission of electrons from the surface of certain substances, particularly metals, when irradiated with gamma rays, X-rays, ultraviolet rays, or even visible light is called the photoelectric effect. The emitted electrons are called the photoelectrons. അതായത് ചില മെറ്റൽസ് ഇപ്പോൾ സീഷ്യൻ, പൊട്ടാസ്യം പോലുള്ള മെറ്റൽസ്, സെലീനിയം പോലുള്ള മെറ്റൽസ്, അവയിൽ ലൈറ്റ് വീണാൽ, ഇപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതും ആകാം, ഇവിടെ ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്, ഈ ലൈറ്റ് വീണാൽ അല്ലെങ്കിൽ ലൈറ്റ് ഫോട്ടോൺസ് വീണാൽ അവയിൽ നിന്ന് ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക. ഫോട്ടോൺസ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക മെറ്റൽ സർഫസിൽ നിന്ന്. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ മെറ്റൽ സർഫസ്, അതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇത് തെർമോണിക് എമിഷൻ പോലുള്ള ഫിനോമിനാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ തെർമോണിക് എമിഷൻ പോലുള്ള ഫിനോമിനാണ്. തെർമോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റൽ സർഫസ് ചൂടാക്കിയാൽ, മെറ്റൽ ഫിലമെൻറ്റ് ചൂടാക്കിയാൽ അതിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അതിന് നമ്മൾ തെർമോ ഇലക്ട്രോൺ അല്ലെങ്കിൽ തെർമോയോൺ എന്ന് പറയും. ഇവിടെ മെറ്റൽ ലൈറ്റ് വീണാൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്രധാനമായിട്ട് ഒരു 4 ലോസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, 4 നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. The photoelectric effect is based on 4 laws. There are 4 laws of photoelectric emission. The first one, law 1, for a given wavelength, the strength of the photoelectric current is directly proportional to the intensity of incident light. For a given wavelength, the strength of photoelectric current is directly proportional to the intensity of incident light. I proportional to I. അതായത് ഒരു മെറ്റലിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം അത് കറണ്ടായിട്ട് മാറും. ആ കറണ്ട് ആ മെറ്റലിൽ വീഴുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ഒരു മെറ്റൽ സർഫസിൽ കൂടുതൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി പതിക്കുകയാണെങ്കിൽ അവയിൽ നിന്ന്, ആ മെറ്റലിൽ നിന്ന് കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ. നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതാം, I പ്രൊപ്പോർഷണൽ ടു I. അടുത്ത സെക്കൻഡ് ലോ, the velocity and hence the kinetic energy of the photoelectrons are independent of the intensity of the incident light, but depends on the frequency of incident light, K proportional to nu. The velocity and hence the kinetic energy of the photoelectrons are independent of the intensity of the incident light, but depends on the frequency of the incident light, K proportional to nu. മെറ്റലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ½ v² എന്ന് പറയും. ഇലക്ട്രോണിൻ്റെ മാസ് എം ആണെങ്കിൽ കൈനറ്റിക് എനർജി ½ v². അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ല, മറിച്ച് ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ ഫ്രീക്വൻസി പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്പെക്ട്രം എടുക്കുമ്പോൾ ഇപ്പോൾ ഗാമാരയ്ക്ക് എടുക്കണം, ഗാമാരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. വിസിബിൾ സ്പെക്ട്രം എടുക്കുകയാണെങ്കിലും വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, റെഡിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി.
അപ്പോൾ ഫ്രീക്വൻസി ഒപ്പിച്ചാണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ബ്രാക്കറ്റിൽ K പ്രപ്പോർഷണൽ ടു ന്യൂ. ന്യൂ ഈസ് കോൾഡ് ഫ്രീക്വൻസി. മൂന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്ന ലോയാണ്. The third law gives an idea about the work function of the metal. Law 3. For every metal there is a particular minimum frequency called threshold frequency nu0 for the incident light below which there is no photoelectric emission whatever be the intensity of the incident light. And that frequency, the minimum frequency is called threshold frequency. അപ്പോൾ എല്ലാ മെറ്റലിനും ഒരു പ്രത്യേക മിനിമം ഫ്രീക്വൻസിയുടെ എമിഷന്, ആ മിനിമം ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് ആ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇപ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഈ ത്രെഷോൾഡിൽ താഴെയാണെങ്കിൽ ലൈറ്റ് പതിച്ചാൽ ലൈറ്റ് എത്ര ഇൻറ്റൻസിറ്റി ഉള്ളതാണെങ്കിലും എമിഷൻ ഉണ്ടാകത്തില്ല. ത്രെഷോൾഡ് ഫ്രീക്വൻസിന് മുകളിലാണെങ്കിൽ ലൈറ്റ് മെറ്റലിൽ പതിക്കുമ്പോൾ എമിഷൻ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ വിസിബിൾ വിബ്ജിയോർ ലൈറ്റ്, അപ്പോൾ ഗ്രീൻ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ് ഒരു ഗിവൺ മെറ്റലിൻ്റെ ത്രെഷോൾഡ് എങ്കിൽ ഗ്രീൻ ലൈറ്റിന് മുകളിലുള്ള ഫ്രീക്വൻസി ലൈറ്റുകൾ, അതായത് വയലറ്റ്, ബ്ലൂ പോലുള്ള ലൈറ്റുകൾ വീണാൽ എമിഷൻ ഉണ്ടാകും. പക്ഷേ ഗ്രീനിന് താഴെയുള്ള റെഡ് ലൈറ്റ് വീണാൽ എമിഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാ മെറ്റലിലും എമിഷൻ ഉണ്ടാകാൻ അതിൽ പതിക്കുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിന് ഒരു പ്രത്യേക മിനിമം ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിക്ക് താഴെയാണ് ലൈറ്റെങ്കിൽ ലൈറ്റ് എത്ര ഇൻറ്റൻസിറ്റി ഉള്ളതാണെങ്കിലും എമിഷൻ ഉണ്ടാകില്ല. ഫോർ എവറി മെറ്റൽ ദർ ഇസ് എ പർട്ടിക്കുലർ മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി nu0 ഫോർ ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ബിലോ വിച്ച് ദർ ഇസ് നോ ഫോട്ടോഇലക്ട്രിക് എമിഷൻ വാട്ട് ഓവർ ബി ദി intensity of the incident light, and this minimum frequency is called threshold frequency. Law 4. The photoelectric emission is an instantaneous phenomenon. ഈ ഫോട്ടോഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനനാണ്. എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് വീഴുന്ന നിമിഷം, ടൈം ഗ്യാപ്പില്ല, ലൈറ്റ് വീഴുന്ന നിമിഷം തന്നെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അല്ലാതെ ടൈം ലാഗ്, ടൈം ഗ്യാപ്പ് ഇല്ല. ഇനി അഥവാ ടൈം ഗ്യാപ്പ് പറയണമെങ്കിൽ അതൊരു 100 നാനോ സെക്കൻഡ് ഓർഡർ ആയിരിക്കും. നാനോ സെക്കൻഡ് അറിയാമല്ലോ, 10⁻⁻⁹ സെക്കൻഡ്. അപ്പോൾ ഒരു 100 നാനോ സെക്കൻഡ് അല്ലെങ്കിൽ 10⁻⁻7 സെക്കൻഡ് ഗ്യാപ്പിനുള്ളിൽ എമിഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പറയാൻ നമുക്ക് ഈ ലൈറ്റ് ഇൻസിഡൻ്റ് ആകുന്നതും ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതും സൈമൾട്ടേനിയസ് ഫിനോമിനൻ ആണെന്ന് പറയാൻ പറ്റും. ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനൻ. അപ്പോൾ 4 ലോയും വായിച്ച് പഠിക്കണം. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നെക്സ്റ്റ് വി സി the most important equation in photoelectric effect. It is called Einstein's photoelectric equation, and for this equation Albert Einstein won Nobel Prize for this photoelectric equation. Einstein's theory of photoelectric effect, Einstein's photoelectric equation, Einstein's theory of photoelectric effect, Einstein's photoelectric equation. The Einstein's photoelectric equation is half mv square equal to h into nu minus nu0. Half mv, velocity square, kinetic energy of photoelectron, is equal to h into nu minus nu0. And this is the famous photoelectric equation by Einstein. Here in this equation, half mv square is the K of photoelectron, h Planck's constant 6.626 into 10⁻⁻34 joule second. New frequency of incident photon, and nu0 is the threshold frequency. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഒരു പടത്തിലൂടെ ഇവിടെ കാണിക്കുകയാണ്. ഒരു മെറ്റൽ സർഫസ് ആണ് പടത്തിൽ കാണുന്നത്. ഒരു ഫോട്ടോൺ, ഇൻസിഡൻറ്റ് ഫോട്ടോൺ, ലൈറ്റ് ക്വാണ്ടം നമ്മൾ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ എനർജി hν ആണ്. ലൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ എനർജി നമ്മൾ half mv square കൈനറ്റിക് എനർജി ആയിട്ട് കാണിക്കും. ഇലക്ട്രോൺ
അപ്പോൾ ലെഫ്റ്റ് സൈഡ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡ് ഇലക്ട്രോണിൻ്റെ കെ ½ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ സ്പെല്ലിംഗ് പഠിക്കണം, EINSTEIN. Albert Einstein gave a satisfactory explanation to the photoelectric emission on the basis of quantum theory of radiation. അപ്പോൾ ഈ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിന് ഒരു തൃപ്തികരമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അത് ക്വാണ്ടം തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്, റേഡിയേഷൻ്റെ ക്വാണ്ടം തിയറി അടിസ്ഥാനപ്പെടുത്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. Albert Einstein gave a satisfactory explanation to the photoelectric emission on the basis of quantum theory of radiation. When a photon is incident on the metal, the energy is completely transferred to the free electron in the metal. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ, HO എനർജിയുള്ള ഫോട്ടോൺ മെറ്റലിൽ പതിച്ചാൽ ഈ എനർജി കംപ്ലീറ്റ് ആ മെറ്റലിനകത്തുള്ള ഒരു ഫ്രീ ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യും. A part of the energy acquired by the electron is used to knock out, push out the electron from the surface of the metal, and the rest of it is utilized in imparting K to the emitted electron. അപ്പോൾ ഇങ്ങനെ ഫ്രീ ഇലക്ട്രോണ് അക്യൂർ ചെയ്യുന്ന എനർജി, അതിൻ്റെ ഒരു പാർട്ട് ആ ഇലക്ട്രോണിനെ ആ മെറ്റൽ സർഫസിൽ കൊണ്ടുവരാനായിട്ടും മെറ്റൽ സർഫസിൽ ഇത് നോക്കൗട്ട് ചെയ്യാനായിട്ടും ബാക്കി കൈനറ്റിക് എനർജി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആ ഇലക്ട്രോണിനെ അത് മെറ്റൽ സർഫസിലേക്ക് പുഷ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു പാർട്ട് ഉപയോഗിക്കും, HNUവിൻ്റെ, ബാക്കി അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റപ്പെടും. Let phi0 be the energy spent in extracting the electron from the emitter to which it is bound. അപ്പോൾ ഇലക്ട്രോണിനെ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ട എനർജിയെ നമ്മൾ phi0 എന്ന് വിളിക്കും. This energy is called the photoelectric work function, phi0. ഇതിനെ മെറ്റൽ സർഫസിൽ നിന്ന് ജസ്റ്റ് ഇലക്ട്രോണിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ട എനർജിയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. By the principle of conservation of energy, we write HNU is ½ plus phi0. ഫോട്ടോണിൻ്റെ എനർജി HNU അത് ½ ആയിട്ടും phi0 ആയിട്ടും മാറും. ½ K ഫോട്ടോ ഇലക്ട്രോൺ and phi0 is the work function to just push out electron to the metal surface. If nu is nu0 threshold frequency, then V is 0. എമിഷന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ മിനിമം ഫ്രീക്വൻസി ആണെങ്കിൽ അന്നേരം വെലോസിറ്റി ഫോട്ടോ ഇലക്ട്രോണിൻ്റേത് 0 ആയിരിക്കും. ഇഫ് nu equal to nu0 threshold frequency, then V equal to 0. Put in 1. ഒന്നാമത്തെ ഇക്വേഷനകത്ത് ആ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് HNU0 is 0 plus half m into 0, 0 plus phi0 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും നോക്കി, ദാറ്റ് ഈസ് phi0 is HNU0. അപ്പോൾ ഇതാണ് ഒരു മെറ്റലിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ചോദിക്കാൻ പരീക്ഷ ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ ആ വർക്ക് ഫംഗ്ഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ. Give an expression for work function of photoelectric material. The work function is given by phi0 is HNU0. Phi0 is HNU0. Equation, therefore equation becomes, ഇത് നമ്മുടെ മുകളിലത്തെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Put this value in equation number 1. We get HNU is ½ plus HNU0. Take HNU0 to the LHS. That is HNU minus HNU0 is ½ That is HNU minus nu0 is ½ That is the equation. This is Einstein's photoelectric equation. And the question is, state the laws of photoelectric emission, derive Einstein's photoelectric equation. നമ്മുടെ ഒരു ക്വസ്റ്റ്യനാണ്, എസ്സേ ടൈപ്പായിട്ട് ചോദിക്കുന്നതാണ്.
State laws of photoelectric emission derive Einstein's photoelectric equation. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? ആദ്യം എന്താണ് ഫോട്ടോ എമിഷൻ എന്ന് പറയണം, ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയണം. അതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലോസ് ഓഫ് ഫോട്ടോ എമിഷൻ 4 എണ്ണം, അത് വായിച്ച് അതേപടി എഴുതാൻ പഠിക്കണം. അത് ഓർത്തിരിക്കാനുള്ള ഹിൻ്റായിട്ട് ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ലോ ഐ പ്രപ്പോർഷണൽ ഐ, രണ്ടാമത്തെ ലോ കെ പ്രപ്പോർഷണൽ ടു ന്യൂ, മൂന്നാമത്തെ ലോ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ഡെഫിനിഷനാണ്. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് ഓർത്തിരുന്നാൽ മതി മൂന്നാമത്തെ ലോ പഠിക്കാനായിട്ട്. നാലാമത്തത് ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ള വാക്ക് ഓർത്തിരുന്നാൽ മതി. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനൻ. ഈ ട്രാൻസിസ്റ്റർ റേഡിയോ പോലെയാണ്, ഓൺ ചെയ്താൽ അന്നേരം കേൾക്കാം സൗണ്ട്, അന്നേരം നമ്മൾ അതിൻ്റെ മ്യൂസിക് ഉണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കാം, അല്ലാതെ ടൈം ഗ്യാപ്പ് ഒന്നുമില്ല. പിന്നെ വരുന്നതാണ് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ. ഇക്വേഷൻ കാണാതെ പഠിക്കണം. ½ h ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. അത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനാണ് h ന്യൂ മൈനസ് ന്യൂ സീറോ ഈസ് ½ h ന്യൂ മൈനസ് ന്യൂ സീറോ ഈസ് ½ എന്ന് പറയുന്നത്. That is all with your second lecture on quantum mechanics. Thank you very much.